എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായൊരു ചക്കയെക്കുറിച്ച് പ്ലാവിനെ കുറിച്ച് പറയാനുള്ളതാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് എൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു പ്ലാവ് വന്നിട്ടുണ്ട്. അപ്പം ആ പ്ലാവിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്ന ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചൊരു പ്ലാവാണ്. 5 രൂപയ്ക്ക് വാങ്ങിച്ച് വെച്ച പ്ലാവാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് വാങ്ങിച്ച് നട്ടത്. അപ്പോൾ ഇതാണ്, നല്ല നീളമുണ്ട്. നമ്മൾ ഇത് ചക്ക പിടിച്ചതിന് ശേഷം നമ്മൾ എല്ലാ വർഷവും ഇതിനെ കോതി കൊടുക്കും. കാരണം ഇത് മണ്ടയ്ക്കോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ലൈൻ വരുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ KCBക്കാർ വന്ന് ഇത് മുറിച്ച് കളയുന്നതിനേക്കാൾ നമ്മൾ തന്നെ വെട്ടിക്കൊടുക്കും. എല്ലാ വർഷവും നമ്മൾ തന്നെ ഇത് നല്ലൊരു ഹൈറ്റ് വെച്ച് അങ്ങ് വെട്ടിക്കൊടുക്കും. അപ്പോൾ അത് വീണ്ടും കിളിച്ച് വരും. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഇതിപ്പോൾ വന്നിട്ട് 2 വർഷമായതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇതിനകത്ത് ചക്ക തിന്നാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ലൊരു കളർ, നല്ല മണമാണ്. എത്ര ദൂരം നിന്നാലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാറി നിന്നാൽ പോലും നല്ല മണം അടിക്കുന്ന മണമാണ്. അതുപോലെ തന്നെ ഭയങ്കര അണ്ണാനും കിളികളുടെയൊക്കെ ശല്യമുണ്ട്, നല്ല ഇതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇതിനെ കവറൊന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇച്ചിരി നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റൂള് വെച്ചിട്ട്, ഞാനിപ്പോൾ സ്റ്റൂളിൻ്റെ മണ്ടയ്ക്ക് നിന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റൂള് വെച്ചിട്ട് അതിനകത്ത് പിടിക്കാൻ പറ്റും. ഒരു ചെറിയൊരു ചില്ല, ആ ശിഖലയിലാണ് ചക്ക നിൽക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ചെറിയത്, അത് വളഞ്ഞു തൂങ്ങാറായൊരു ചെറിയൊരു ശിഖലയിൽ. ഇതിനകത്ത് 3-4 എണ്ണം ഉണ്ടായിരുന്നു. ഒറ്റ കൊമ്പിൽ തന്നെ 3-4 എണ്ണം ഉണ്ടായിരുന്നു. അതിന് കുറച്ച് ഞങ്ങളൊക്കെ എടുത്തായിരുന്നു. ഒരെണ്ണം നല്ല മണം വന്നപ്പോൾ ഞങ്ങളത് പറിച്ചു. പക്ഷേ ഇതിന് തോല് കളയാൻ പറ്റുന്ന ചക്കയാണ്. നമ്മൾ തോല് ചെത്തി കളയാൻ പറ്റുന്ന, അതേപോലെ നൈസിന് പോകുന്ന ചക്കയാണ്. നമ്മൾ മുറിക്കാനായെങ്കിലും വലിയ പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിന് കറയൊന്നുമില്ല, അത്രയ്ക്ക് വലിയ കറയൊന്നുമില്ല. നമ്മൾ അടത്തിയിട്ട് കഴിഞ്ഞാൽ പോലും കറയൊന്ന് കുറച്ച് വന്നതിന് ശേഷം പിന്നെ അങ്ങ് കറ നിൽക്കും. അങ്ങനെ ഒരു ഫ്യൂച്ചർ ഈ ചക്കയ്ക്കുണ്ട്. പിന്നെ ഇത് എല്ലാ വർഷവും ഒരേ സമയത്ത് തന്നെ ഇത് കാ പിടിക്കുകയും ചെയ്യും. ഇതിന് 2 സൈസ് പ്ലാവുണ്ട്. ഞങ്ങൾ രണ്ടടുത്താണ് നട്ടേക്കുന്നത്. ഓക്കെ, ഇതിനിപ്പോൾ ഇനി 3 ചക്കയും കൂടെ ഉള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ചക്ക കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ചക്ക. ഇതിപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല. ഇതിപ്പം വന്നിട്ട് 2 മാസമൊക്കെ ഉള്ളൂ. യഥാർത്ഥ വിളവ് വേണമെങ്കിൽ ഒരു 4-5 മാസമെങ്കിലും നല്ലപോലെ വിളഞ്ഞാലേ പഴുക്കത്തുള്ളൂ. കാരണം ഇത് പഴുത്ത മണം മാത്രമേ വരത്തുള്ളൂ. ഇത് തൊട്ട് നോക്കിയാൽ അതിനകത്ത് തൊട്ട് നോക്കിയാൽ ഞെങ്ങ് കൊള്ളത്തൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് മണം വെച്ച് ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ അണ്ണാനും കിളികളൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ മുറിച്ച് വെക്കും. ഇതേപോലെ അത് വേവിക്കാനും നല്ല ചക്കയാണ്. നല്ല വെയിറ്റൊക്കെ ഉണ്ട്. പക്ഷേ ചെറിയ ചക്ക പിടിക്കത്തുള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ ഒരു പ്ലാവാണ്, എന്നാലും ഇതിനകത്ത് ചെറിയ ചക്കകളെ പിടിക്കത്തുള്ളൂ, വലിയ ചക്കകളൊന്നും പിടിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.